Hi dears, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയുള്ള ഒരു അപ്പാണ് ട്ടോ ഇത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ കലത്തപ്പക്കില്ലേ നമ്മൾ കുക്കർ അപ്പം തയ്യാറാക്കാറില്ലേ ആ ഒരു അപ്പത്തിന്റെ പോലെ തോന്നും. പക്ഷേ അതിലേറെ ഒരുപാട് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെയാണ് ട്ടോ ഈ ഒരു അപ്പം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും നുറുക്ക് ഗോതമ്പ് ഉണ്ടാവുമല്ലോ. ഓണക്കിറ്റിലൊക്കെ എല്ലാവർക്കും നുറുക്ക് ഗോതമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 ലിറ്ററിൻ്റെ ചെറിയൊരു കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ വലിയ കുക്കറിലൊക്കെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ 1 കപ്പ് വരെ നുറുക്ക് ഗോതമ്പൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ്. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് എടുത്ത ആ ഒരു കപ്പിൽ അതേ അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല വെള്ള ശർക്കരയാണ്, ശുദ്ധമായ ശർക്കര. അതുകൊണ്ട് തന്നെ ഞാനിത് ശർക്കരപ്പാനിയാക്കി അരിച്ചെടുത്തിട്ടൊന്നുമില്ല. നല്ല ശുദ്ധമായ ശർക്കര ആയതുകൊണ്ട് നേരിട്ട് തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശർക്കരപ്പാനി തയ്യാറാക്കിയ ശേഷം അരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിച്ചതാണെങ്കിൽ നമുക്ക് മാവ് അരച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെയാണെങ്കിൽ ഈ ഒരു സമയത്ത് അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ശർക്കരപ്പാനിയാണ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. ഇതുപോലെ ലൂസായിരിക്കണം, ഒരുപാട് ടൈറ്റും ആവരുത് എന്നാൽ നല്ല ലൂസും ആവരുത്. നമ്മൾ കലത്തപ്പൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് മാവ് വേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. ഈ ഒരു മൈദയും തേങ്ങയും ഈ ഒരു സോഡാപ്പൊടിയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായ ശേഷം അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് ഞാൻ അല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. തേങ്ങ നമ്മൾ അല്ലാതെ തന്നെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരുപാട് തേങ്ങാക്കൊത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓയിലിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മീഡിയത്തിലാണ് കേട്ടോ ഫ്ലെയിം വെക്കേണ്ടത്. എന്നിട്ട് നന്നായി ചൂടായ കുക്കറിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു ബബിൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത ഈ ഒരു തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ വെയിറ്റ് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം അടച്ചു വെക്കാൻ. ഇനി ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴും തീ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഹോളിലൂടെ ആവി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല. ഒരു 1-2 മിനിറ്റിനുള്ളിൽ ഇതിലൂടെ ഇങ്ങനെ ആവി വരും. ആ ഒരു സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. എന്നിട്ട് 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂട് മാറിയ ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് കുറച്ചൊക്കെ ചൂട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കി അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ നമുക്ക് കരിഞ്ഞ പോലെ തോന്നും, പക്ഷേ അത് അടി പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുകൂടി തണുത്ത ശേഷം നമുക്കിതൊന്ന് അടർത്തി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചട്ടകോ കത്തിയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വിടുവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അപ്പം ഇവിടെ അടിയൊന്നും കരിയാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുള്ളത്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് ഞാൻ കുക്കർ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടേ ഉള്ളൂ, ഒരുപാട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല.
അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയി തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു അപ്പമാണിത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ട് 3 ലിറ്ററിൻ്റെ കുക്കറാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചുട്ടെടുക്കുക. കാരണം ഇതിലേറെ കൂടുതൽ മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടൂല. അപ്പത്തിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് ചുട്ടെടുക്കണം. അതല്ല വലിയ കുക്കറാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മാവ് ഒരുമിച്ച് ഒഴിച്ച് തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിതവിടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസിന് വേണ്ടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക്